ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു കുക്കിംഗ് ആയാലോ. അപ്പോൾ ചിപ്പി അതുവരെയൊക്കെ നടക്കുന്നുണ്ട്. ഒരു സിമ്പിൾ കുക്കിംഗ് ആണ്, ഞാൻ തന്നെ കണ്ടുപിടിച്ച കുക്കിംഗ് ആണ്. അപ്പോൾ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ടൈം ഇത്രയായിട്ടാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. 3 ഏത്തക്ക എടുക്കുന്നുണ്ട്, കാരണം വലിയ ഏത്തക്കയാണെങ്കിൽ ഞാൻ 2 എടുക്കും, ചെറുതാണ്ട് 3 എടുത്തു. പിന്നെ നമുക്ക് പാല് വേണം, പിന്നെ ശർക്കര വേണം. അപ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നൊരു അടിപൊളി ഐറ്റമാണ്. പേരൊന്നും അറിയത്തില്ല, നിങ്ങൾ എന്ത് പേരെങ്കിലും ഇട്ടോ. ഒരു സാധനം കൂടെ ഉണ്ട് ഗൈസ്, സോറി ഗൈസ്, മറന്നു പോയതാണ്. നെയ്യോ എണ്ണയോ എടുക്കാം കേട്ടോ, അതൊക്കെ ഓപ്ഷനിലുള്ള സംഭവമാണ്. എണ്ണയൊക്കെ ഓപ്ഷനിലൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ പാൻ വെക്കുന്നു, ഫ്ലെയിം ഓൺ ആക്കുന്നു. പിന്നെ ആദ്യം തന്നെ ഞാൻ നെയ്യ് ഒഴിക്കുന്നത്, നെയ്യാണ് ഒഴിക്കേണ്ടത് ആദ്യം തന്നെ, ബാക്കിയൊന്നും ഇട്ടിട്ട് കാര്യമില്ല. നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. ഇതിന് ഞാൻ ഇച്ചിരി ഒഴിക്കുന്നുണ്ട് നെയ്യ്, നല്ല നെയ്യ് വേണം ഇതിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെയ്യ് ഒഴിക്കുന്നു. പിന്നെ ഏതൊക്കെയാണെങ്കിലും എനിക്ക് സ്ലൈസ് ചെയ്യുന്ന കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ സ്ലൈസ് ചെയ്യുന്നത്. ഇത് ഇന്ന രീതിയിൽ സ്ലൈസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 3 ഏത്തക്ക എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ ഗൈസ്, കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ പാനിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട്, എളുപ്പം ഒന്ന് സെറ്റാകാൻ വേണ്ടി കൂട്ടി വെച്ചാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലെയിമും കൂട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് അടുത്തതായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അല്ല, രുചി കൂടെ സെറ്റ് ആകുമ്പോഴത്തേക്കിനും ശർക്കര ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ, ശർക്കരയൊക്കെ ഓപ്ഷനിലുള്ളതാണ്. ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കാം. ശർക്കര 2 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പം മധുരം അങ്ങനെ മത്ത് പിടിച്ച മാതിരി ആയിരിക്കും. അതുകൊണ്ട് ഒരു ശർക്കരയൊക്കെ ഇട്ട് കൊടുത്താൽ ഓക്കെയാണ്, നമുക്ക് ആവശ്യത്തിനുള്ള ആവറേജ് മധുരമൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ ഫ്ലെയിം ഞാൻ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്, കാരണം ഇച്ചിരി ഫാസ്റ്റ് ആവാൻ വേണ്ടി കൂട്ടി വെച്ചാണ്. ടൈം നിങ്ങൾ തന്നെ കണ്ടല്ലോ, അപ്പോൾ വീഡിയോയും കൂടി എടുക്കുമ്പോൾ അത്രയും കൂടി ടൈം അതാണ് ഗൈസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഗൈസ്. അതായത് ഇനി ശർക്കര എടുത്ത് കഴിക്കുന്നു ഗൈസ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം മാത്രം എടുത്ത് കഴിച്ച് ഷോ കാണിക്കുന്നതേ ഉള്ളൂ. നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്, എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അല്ലാതെ ഞാനെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ആ സമയം കൊണ്ട് ഇത് നമ്മുടെ ശർക്കര ഇങ്ങനെ മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മെൽറ്റായി കേട്ടോ ശർക്കര. ഭയങ്കര സോഫ്റ്റായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ശർക്കര. ഭയങ്കര എന്ന് വെച്ചാൽ തൊട്ടോടെ ഞങ്ങൾ സോഫ്റ്റ് അങ്ങനല്ല, ശർക്കര എപ്പോഴും കല്ല് പോലെ ആയിരിക്കുമല്ലോ. എന്നാലും ചില ശർക്കര ഇങ്ങനെ സോഫ്റ്റ് പോലെ ആയിരിക്കുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അത് വേണം ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്താൽ. പിന്നെ നമ്മൾ അതിലേക്ക് പാൽ ഒഴിക്കുന്നു. അതായത് ആ ഏത്തക്ക അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കിനും പാൽ ഒഴിച്ച് കൊടുക്കണേ. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്, ഞാൻ പറയാം, നല്ല ടേസ്റ്റാണ്. ഈവനിങ് ഒക്കെ ഇങ്ങനെ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ, ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോഴത്തേക്കിനും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാൻ വീണ്ടും ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. കൂട്ടി കുറയ്ക്കുക. ഇത് അതായത് ഫ്ലെയിമിൻ്റെ ആ ഒരു ഓർഡറും അതുപോലെ തന്നെ ഈ സംഭവം എങ്ങനെ സെറ്റാക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം തീർന്നു ഗൈസ്. പിന്നെ നമ്മളിതാ ഒന്ന് നല്ലോണം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുന്നു. നമ്മൾ വീണ്ടും ലാസ്റ്റ് വന്നിച്ച് പാലൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് മൊത്തത്തിൽ അപ്പം പാല് മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്നുള്ള സത്യമാണ് ഗൈസ്. അപ്പോഴത്തേക്കിനും എന്നാലേ ഒന്ന് സെറ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ പയ്യെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഓരോ ക്ലിപ്സ് വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആയിക്കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ എന്നാലേ സെറ്റ് ആവുള്ളൂ ഇത് കറക്റ്റായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിപ്പീനെയൊക്കെ കുശും കുത്താനായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഇളക്കി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക. എപ്പോഴും അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ മിനിറ്റിന് ഇളക്കിക്കൊണ്ടിരിക്കുകയല്ല, ഇച്ചിരി അതായത് നമുക്ക് തോന്നുമല്ലോ ആ ഒരു സമയം തോന്നുമല്ലോ, അപ്പോൾ നമ്മൾ ഇളക്കുക. പിന്നെ ഞാൻ ഫ്ലെയിം ഇങ്ങനെ വെച്ചിട്ട് ചിപ്പീനെ എടുത്തോട്ട് പോയിട്ട് കുശുമ്പ് കുത്തുവാണ്. കുശുമ്പ് കുത്തുമല്ല, അവൾക്ക് അങ്ങനെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവളെ തൊടുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ സംഭവം ഇവിടെ ഓൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. പാത്രമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, രസമുണ്ടല്ലോ അല്ലേ ഗൈസ്. എന്ത് ചെയ്യാൻ, എന്നെപ്പറ്റി ഭയങ്കര പൊക്കലാണ് ഞാൻ തന്നെ എന്നെപ്പറ്റി ഗൈസ്. നമ്മൾ ഞാൻ സേവ് ചെയ്യാൻ പോവുകയാണ്. എനിക്കങ്ങനെ പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല ഗൈസ്. എന്താ പറയണ്ടേ, അതൊരു തിടുക്കമോ സോറി, എന്താ പറയേണ്ടത് അങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്.
പിന്നെ നമ്മൾ സെർവ് ചെയ്തു. പിന്നെ എന്താതൊക്കെയോ കാണിക്കുന്നില്ല, അതിനകത്തുള്ള എടുക്കുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു ഗൈസ്, എനിക്ക് എന്താ സംഭവിച്ചേ, അല്ല ആ സ്പൂണിലുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഹണി എടുക്കുന്നുണ്ട് ഒഴിക്കാനായിട്ട്. ഹണി നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ഞാൻ ഇച്ചിരി എടുക്കുന്നുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അത് ഹണി ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഹണി ഒഴിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. എനിക്ക് എത്ര വേണമെങ്കിൽ എടുത്താൽ മതി. കാരണം ഞാനങ്ങനെ പറയാൻ കാരണം, ഞാൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ എടുക്കണം എന്ന് നിർബന്ധമുള്ളവർ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹണി ഒഴിക്കും. ഞാൻ അത്ര ഒഴിച്ചെന്ന് പറഞ്ഞപ്പോൾ കുറേ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ആവശ്യമുള്ള ഞാൻ ഒഴിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിനക്കില്ല, നിനക്ക് തരൂല, കഴിക്കട്ടെ ഗൈസ്. പിന്നെ ടി വി വെച്ചിട്ട് പോയിരുന്ന് കഴിക്കുകയാണ് ഗൈസ്. എനിക്ക് എൻ്റെ എക്സ്പ്രഷൻസൊക്കെ കാണുമ്പോൾ മനസ്സിലായി. അപ്പോൾ പ്രേമലും ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ, അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ട് കഴിക്കുന്നത്. ഞാൻ ഇതിപ്പോൾ സൂം ചെയ്താണ് കാണിക്കുന്നത്, അപ്പോൾ ഇത് വരുമ്പോൾ ഭയങ്കര സൂമായിട്ട് വരും ഗൈസ്. പിന്നെന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ ഞാനിപ്പോൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അത് ടേസ്റ്റ് എത്രത്തോളം ആണെന്നുള്ളത്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഈ സാധനം ഉണ്ടാക്കുന്നത്, അപ്പം കഴിക്കുമ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ടേസ്റ്റായിട്ട് തോന്നാറില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തേക്കുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.